ആഫ്രിക്കൻ വൻകരയിലെ 10 വോൾക്കാനോ ദ്വീപ് സമുച്ചയങ്ങൾ ചേർന്ന ഒരു ചെറിയ രാജ്യമാണ് നമ്മുടെ ഈ കാബോ വെർദെ അല്ലെങ്കിൽ കേപ്പ് വെർദെ എന്ന് പറയുന്ന ഈ സ്ഥലം. മുമ്പ് ജനവാസ കേന്ദ്രമായിരുന്നില്ല. പിന്നീട് അത് പോർച്ചുഗീസുകാർ കണ്ടെത്തുകയും കോളനിവൽക്കരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം 1975 സ്വതന്ത്രമായി. ഈ രാജ്യത്ത് ഉള്ള ജനസംഖ്യ എന്ന് പറയുന്നത് വെറും 6 ലക്ഷം ജനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിൽ നിന്നും അവർ ഒരു നല്ലൊരു ഫുട്ബോൾ ടീമിനെ ഉണ്ടാക്കുകയും ലോകകപ്പിൽ കളിക്കാനുള്ള ഒരു എൻട്രി അവർ നേടിയെടുക്കുകയും ചെയ്തെങ്കിൽ അവർ അത്ര ചില്ലറക്കാരല്ല. ഇതാ ഇന്നലെ അർജന്റീനയുമായിട്ടുള്ള കളിയിൽ ഏതാണ്ട് അവസാന നിമിഷം വരെ അർജന്റീനയെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഔട്ട് ഓഫ് 38 ഈ കേപ്പ് വെർദെ എത്തിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം നെടുന്തോണ് നട്ടല്ലായിട്ട് നിന്നത് അവരുടെ ഗോൾ കീപ്പർ വൊസീനയുടെ ആ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് അവർ ശരിക്കും ഈ ഔട്ട് ഓഫ് 32 വരെ എത്തിയത്. സ്പെയിനായിട്ടുള്ള കളിയിൽ ഡയറക്റ്റ് 7 ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട്, ചെറുത്ത് നിൽപ്പുകൊണ്ട് അവർക്ക് ഗോൾ സാധ്യമായി പോയത്. മാൻ ഓഫ് ദി മാച്ചിനും അദ്ദേഹം അർഹനായി. His life in his first ever World Cup, named man of the match after holding off the Spanish attack. He broke down on live television, letting out a lifetime of sacrifice. അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം അന്ന് കാഴ്ചവെച്ചത്. 7 ഡയറക്റ്റ് ഗോളുകളാണ് അദ്ദേഹം നിഷ്പ്രഭമാക്കി കഴിഞ്ഞത്. സ്പാനിഷിന്റെ ബോളേഴ്സിന്റെ കണ്ണ് തള്ളിപ്പോയി ആ കാഴ്ച കണ്ടിട്ട്. അത്രയും മാസ്മരികമായ പ്രകടനമാണ് അദ്ദേഹം അന്ന് കാഴ്ചവെച്ചത്. Against Spain, Vozinha delivered a heroic performance between the posts. He made 7 crucial saves throughout the match, repeatedly denying the Spanish attack and keeping his team in the game. Thanks to his outstanding display, Cape Verde managed to avoid defeat. വൊസീനയുടെ പ്രായം എന്ന് പറയുന്നത് ഏതാണ്ട് 40 വയസ്സാണ്. 40 വയസ്സിലാണ് വേൾഡ് കപ്പ് കളിക്കാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തെ തേടിയെത്തിയത്. അപ്പോൾ അങ്ങനെ ആ ഒരു ശക്തമായ തീരുമാനം, പകൽ സമയങ്ങളിൽ ബസ് ഡ്രൈവറായിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രീഷ്യനായിട്ട് പോവുക, പിന്നെ രാത്രി സമയങ്ങളിൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഫുട്ബോൾ പ്രാക്ടീസ്, ഗോൾ കീപ്പർ പ്രാക്ടീസായിട്ട് നിന്നിട്ട് അവസാനം അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ മുകളിൽ മാത്രം കൈവന്ന ഒരു സൗഭാഗ്യമാണ് ഈ വേൾഡ് കപ്പിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അത് നെടുന്തൂണായി മാറാൻ തന്നെ കഴിഞ്ഞു. എന്തിന് അർജന്റീനയായിട്ട് കളിക്കുന്ന സമയത്ത് സാക്ഷാൽ മെസ്സിയുടെ കണ്ണ് തള്ളിപ്പോയി. അങ്ങനത്തെ മെസ്സി വരെ അന്തം വിട്ട് നിന്ന് പോയ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ശരി. ലക്ഷം ജനങ്ങളുള്ള കേപ്പ് വെർദെ, അതുപോലെ തന്നെ 1.5 ലക്ഷം ജനങ്ങൾ, കേവലം 1.5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള 444 കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു കുരസാവോ എന്ന് പറയുന്ന ഒരു കരീബിയൻ രാജ്യം. ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ നമ്മുടെ ഈ ഫിഫ വേൾഡ് കപ്പിൽ റാങ്കിങ്ങിൽ എൻട്രാങ്കിൽ 142 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തിന് എന്തുകൊണ്ട് ഇതിന് കഴിയുന്നില്ല എന്നുള്ളൊരു വലിയൊരു ചോദ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. കളിച്ചേ പറ്റൂ വേൾഡ് കപ്പിൽ ഒരിക്കൽ.